സൂറത്തായ സൂറത്ത് ആലു ഇമ്രാനിലെ 96, 97 2 ആയത്തുകളാണ് നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. നിങ്ങൾക്കറിയാം, ആജിമ അതായത് ഹജ്ജിന് പോകുന്ന ആൾക്കാർ അവിടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പലരും അവിടെ എത്തിക്കഴിഞ്ഞു, പലരും പോകാനിരിക്കുന്നു. ഹജ്ജിന്റെ ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹജ്ജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരെണ്ണം നിർബന്ധമാണ്. അതിൽ കൂടുതൽ അവന് സാധിക്കുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒറ്റ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തതായി അറിയാൻ സാധിക്കുന്നുള്ളൂ. 3 or 4 ഉംറയും അവിടെ ചെയ്തിട്ടുണ്ട്. ഫാത്തിമുൽ ഹജ്ജ ഉംറത്തല്ല, ഹജ്ജും ഉംറയും അല്ലാഹുവിന് വേണ്ടി പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹജ്ജിന് വേണ്ടി പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ചില ആൾക്കാർ ഹജ്ജിന് പോകണം എന്ന് ആഗ്രഹിക്കും, പക്ഷെ പോവുകയില്ല. കാരണം എന്താ? പോകാൻ ഓരോ പ്രാവശ്യം ആഗ്രഹിക്കുമ്പോഴും പലതരം പ്രയാസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യം ചേർന്ന് വന്നാൽ അവന് ഹജ്ജ് നിർബന്ധമായി. ഒന്നെന്താണ്? അവന് പോകാനുള്ള വഴി ക്ലിയർ ആയിരിക്കണം, വഴിയിൽ തടസ്സമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ആരോഗ്യം വേണം. 3ാമത് ഹലാലായ സമ്പാദ്യം വേണം. ഇത് 3ഉം ഒത്തു വന്നാൽ പിന്നെ ഹജ്ജ് ഒരു കാരണവശാലും കെട്ടിവെക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ പോകുന്ന അടുത്ത കാലം വരെ ഇപ്പം അതിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം അടുത്ത കാലം വരെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബാധ്യതകൾ എന്ന് അവർ മനസ്സിലാക്കി വെച്ചതൊക്കെ അബദ്ധമാണ്. ചിലപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ, തയ്യാറെടുക്കുമ്പോൾ, സമ്പത്ത് ഒരുക്കി വെക്കുമ്പോൾ വിവാഹത്തിന് പ്രായമായി പൂർത്തീകരിക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ അടുക്കളയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എണ എന്ന് പറയുന്ന ഭാര്യ തടസ്സം പറയും. അതായത് നിങ്ങളെ ബാധ്യത പൂർത്തിയാക്കിയിട്ടല്ലേ നിങ്ങൾ ഹജ്ജിന് പോകേണ്ടത്, മകളിവിടെ ബാക്കിയില്ലേ? അത് ഇസ്ലാമിന് വരുന്നതല്ല, ഒരു ബാധ്യതയല്ല. 3 കാര്യം മാത്രമാണ് ഇവിടെ നമ്മൾ നോക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ പരീക്ഷയില്ലാതെ ഹലാലായ സമ്പാദ്യം കയ്യിലുണ്ടായിരിക്കുക, ആരോഗ്യം ഉണ്ടായിരിക്കുക, അതോടൊപ്പം വഴി ക്ലിയർ ആയിരിക്കുക. ഇത് 3ഉം ഒത്തു വന്നാൽ മകളെ വിവാഹപ്രായമായി എത്തി അത് വിവാഹം കഴിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നോ പറഞ്ഞുകൊണ്ട് ഹജ്ജ് നീട്ടിവെക്കൽ അപകടമാണ്. ഞാൻ ഹജ്ജിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ പറയാൻ ഓതി വെക്കുന്ന ആയത്ത് തന്നെ മസ്ജിദുൽ ഹറാമിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓതി വെച്ച ആയത്തും അതിനെ കുറിച്ചുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. 2 ആയത്ത് എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായി, ഈ ഭൂമി ലോകത്തുള്ള ജനങ്ങൾക്ക് ആദ്യമായി പടച്ചത് കഅബയാണ്. ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി ആരാധനക്ക് ഒരു ദേഹം അല്ലാഹു തയ്യാറാക്കിയത് ബക്കയിലുള്ള അനുഗ്രഹീതമായ ആ ഭവനമാണ്. അതിനു മുമ്പ് ഇവിടെ ഈ ഭൂമിയിൽ അല്ലാഹുവിനെ ആരാധിക്കുവാനായി ഒരു ഗേഹം വേറെ ഇല്ല. ആരെന്ത് പറഞ്ഞാലും അതിനോട് പഴക്കമുള്ള ഒരു ഗേഹം എവിടെയുമില്ല. അതായത് ഈ ചരിത്രകാരന്മാർ പറഞ്ഞതനുസരിച്ച് ആദ്യം മലക്കുകളും പിന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും പിന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ അതിനെ വലയം ചെയ്തുകൊണ്ടാണ് ഇബാദത്ത് നടത്തിയിരുന്നതെന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഖുർആനിൽ അതിന് തെളിവില്ല. എങ്കിലും ആദ്യമായി ഈ ഭവനം ഉണ്ടാക്കിയെന്ന് അല്ലാഹു ഖുർആൻ നമ്മളോട് പറഞ്ഞു. അത് മാത്രമല്ല, ആ ഗേഹത്തിൽ ആദ്യം ഉണ്ടാക്കിയതിന് പറയാൻ കാരണം എന്താണ്? ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസാണ് 2ാമതായി നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് ജൂത അതുപോലെ തന്നെ ഇസ്രായേലിലെ കിങ്കരന്മാർ തോന്നിയവാസികൾ ഇപ്പോഴും കൈയടക്കി വെച്ചിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ്, അതാണ് ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിന്റെ പഴക്കവും മസ്ജിദുൽ ഹറാമിന്റെ പഴക്കവും നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന്, ഈ മസ്ജിദുൽ ഹറാമിന്റെ പ്രവർത്തനം തുടങ്ങിയത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്ന് ഖുർആൻ കുറിച്ച് പറയുന്നുണ്ട്.
അതായത് 4000 വർഷം മുമ്പ്. അതേ സ്ഥാനത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ കാര്യം പറഞ്ഞാലോ, ബൈത്തുൽ മുഖദ്ദസിന്റെ കാര്യം ഇബ്രാഹിം നബിക്ക് ശേഷം, ഇസ്ഹാഖ് നബിക്ക് ശേഷം, കുറെ കാലങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലവും കഴിഞ്ഞ് 500 വർഷങ്ങൾക്ക് ശേഷം വന്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്താണ് ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാകുന്നത്. അത് നമുക്ക് സൂറത്ത് സബയിലെ 14-ാമത്തെ ആയത്തിൽ അതിനൊരു തെളിവുമായിട്ട് നമുക്ക് ആയത്ത് ഓതാൻ കഴിയും. അതെന്താന്ന് വെച്ചാൽ فَلَمَّا قَضَيْنَا عَلَيْهِ الْمَوْتَ مَا دَلَّهُمْ عَلَى مَوْتِهِ إِلَّا دَابَّةُ الْأَرْضِ تَأْكُلُ مِنْ سَأَتِهِ فَلَمَّا خَرَّ تَبَيَّنَتِ الْجِنُّ أَن لَّوْ كَانُوا يَعْلَمُونَ الْغَيْبَ مَا لَبِثُوا فِي الْعَذَابِ الْمُهِينِ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, അതായത് മസ്ജിദ് മുഖദ്ദസിന്റെ നിർമ്മാണം ജിന്നുകളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു എന്ന് ഈ ആയത്തിന് മുഫസ്സിറുകൾ കൊടുത്ത അർത്ഥങ്ങളാണ്, വിശദീകരണങ്ങളാണ്. ആ സമയത്താണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മരണം പിടികൂടുന്നത്. അപ്പൊ എത്രയോ മസ്ജിദ് ഹറാമിന്റെ എത്രയോ ശേഷം, എത്രയോ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മസ്ജിദ് ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കുന്നത്. ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ലോകത്ത് ആദ്യമായി ജനങ്ങൾക്ക് ആരാധിക്കാനുണ്ടാക്കിയ ഭവനമാണ്. എന്നിട്ട് അത് മാത്രമല്ല, അതിനുശേഷം അള്ളാഹ് പറയുന്നത് ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം, അത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി നിന്ന സ്ഥലം. എന്താണ് മഖാമു ഇബ്രാഹിം? നിങ്ങൾക്കറിയാം, ഹജ്ജിൽ പോയവർക്ക് കൃത്യമായും അറിയാം. സാധാരണ ഹജ്ജിൽ പോയ ആൾക്കാർ സാധാരണ ഇപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ കയറിയ തഹിയ്യത്ത് നിസ്കരിക്കുന്നത് പോലെ മസ്ജിദുൽ ഹറാമിൽ ഹാജിമാർ കയറിയാൽ അവർ സുന്നത്തല്ല തഹിയ്യത്തല്ല അവിടെ നിസ്കരിക്കുക. ആദ്യമായി അവർ തവാഫാണ് ചെയ്യുക. അവർക്ക് നിർബന്ധവുമാണ്. ഖുദൂമിന്റെ തവാഫ് എല്ലാ ഹാജിമാരും നിർബന്ധമാണ്. 7 തവണ ഖുദൂമിന്റെ തവാഫ് കഴിഞ്ഞാൽ പിന്നെ മസ്ജിദ് ഈ മഖാമു ഇബ്രാഹിമിന്റെ അടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം ഹാജിമാർ. ഒന്നാമത്തേതിൽ ഫാത്തിഹയും ഖുൽ യാ അയ്യുൽ കാഫിറൂനയും, രണ്ടാമത്തേതിൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു, എന്നിട്ടാണ് സഫ മർവയിലേക്ക് പോവുക. അപ്പൊ മഖാമു ഇബ്രാഹിമിന്റെ അവസ്ഥ എന്താ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മക്കത്തെ ഖുറൈശികൾ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയെ കുറിച്ച് അഭിമാനം പറയുന്നവരാണ്. അവരുടെ തലമുറയിലാണ് ഈ മക്കത്തെ ഈ മുശ്രിക്കുകളായ ഈ ഖുറൈശി വംശത്തിന്റെ വരവ് എന്ന് പറഞ്ഞാൽ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 പുത്രനാണ്, ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് ഇന്ന് കാണുന്ന ഇസ്രായേലുകളിൽപ്പെട്ട മഹാഭൂരിപക്ഷം നബിമാർ വന്നത്. എന്നാൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ഉണ്ടായത്, നബി ആയിട്ട് വന്നത്. അതെന്താണ്? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. പറയുന്നത് സൂറത്ത് ബഖറയിലെ 129-ാമത്തെ ആയത്തിൽ അക്കാര്യം അല്ലാഹ് പറയുന്നുണ്ട്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ ഒരു നബിയെ നീ നിയോഗിക്കണമെന്നും അവരെ സംസ്കരിക്കുവാനും അവർക്ക് ദീൻ പഠിപ്പിക്കുവാനും ഒരു പ്രവാചകനെ കൊണ്ടുവരണമെന്നും 4000 വർഷം മുമ്പ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പറയാറുണ്ട്, അന അബീ ദഅവത്തു ഇബ്രാഹിം, എൻ്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ് ഞാൻ. അപ്പൊ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ ഖുറൈശികൾ ഇബ്രാഹിം നബിയുടെ അവകാശം പറയുന്ന ആൾക്കാർ മഖാമു ഇബ്രാഹിമിന്റെ അടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം, അല്ലെ നിസ്കാരം ആക്കണം എന്ന് ഉമർ ഖത്താബ് നിരന്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം മക്കത്തെ ഖുറൈശികൾക്ക് അത് വലിയ സന്തോഷം ഉണ്ടാക്കുകയും ഇസ്ലാമിലേക്ക് അവർ കൂട്ടം കൂട്ടമായി വരുവാൻ അതൊരു കാരണമാവുകയും ചെയ്യും എന്നാണ് ഇതിന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാരണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ വഹയുമായി ഒത്തുവന്നിരിക്കുന്നു. ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പറഞ്ഞത് അത് കൃത്യമായി ആകാശ ലോകത്ത് നിന്ന് വഹിയായി ഒന്ന് ഇറക്കി തന്നു. അതിലൊന്നെന്താണ്? സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്തിൽ പറയുന്നു, وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْرًا وَاتَّخِذُوا
واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين والعاكفين والركع السجود. ഒരായത്ത് ഇതാണ്. വേറെ രണ്ടായത്ത് ഖത്താബിന്റെ ഇതിൽ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ പറയാം. ഒരായത്ത് ഇതാണ്. എന്താണ് ആയത്ത്? ഇബ്രാഹിം മഖാമിന്റെ അടുത്ത് നമസ്കാരം നമ്മൾ ജനങ്ങളോട് പഠിപ്പിക്കണം എന്ന് ഖത്താബ് നബിയോട് ഉപദേശിച്ച അടിസ്ഥാനത്തിൽ ഈ ആയത്ത് ഇറങ്ങി. എന്താ ആയത്ത് ഇറക്കിയത്? വഇദ് ജഅൽനൽ ബൈത, സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്താണ്. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ്, ജനങ്ങൾക്ക് അഭയമായിട്ട് ബൈത്ത് വേണം, ഈ മസ്ജിദുൽ ഹറാം. വഅംന, നിർഭയത്വം വേണം. അതുപോലെ തന്നെ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം മഖാം നമസ്കാര സ്ഥലമായി മാറ്റി. ആ ആയത്ത് ഇറങ്ങി. മാത്രമല്ല വഅഹിദ്ന ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈൽ, ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോട് കരാർ ചെയ്തു, നിങ്ങൾ രണ്ടുപേരും ആ ഭവനം ശുദ്ധീകരിക്കണം. ഇതിനു വേണ്ടിയാണ് അവിടെ തവാഫ് ചെയ്യുന്നവർ, സുജൂദ് ചെയ്യുന്നവർ, റുക്കൂ ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് അവിടെ ആയത്തിറങ്ങി. ഖത്താബിന്റെ തന്നെ വേറെ നിർദ്ദേശപ്രകാരം 2 ആയത്ത് വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നിതാണ്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, താങ്കളുടെ ഭാര്യമാരുടെ അടുത്ത് വരുന്ന മനുഷ്യന്മാർ, വരുന്ന എല്ലാവരും നല്ലവരാണെന്നില്ല. അതുകൊണ്ട് തന്നെ നബിയുടെ ഭാര്യമാരെ പർദ്ദ ആചരിക്കാൻ വേണ്ടി താങ്കൾ പറയണം, ഉപദേശിക്കണം. അപ്പോൾ പർദ്ദയുടെ ആയത്ത് ഇറങ്ങിയിട്ടില്ല. ആ സമയത്താണ് പറയുന്നത്, നബിയുടെ ഭാര്യമാരുടെ അടുത്ത് വരുന്ന ആൾക്കാർ എല്ലാവരും നല്ല ശുദ്ധന്മാരാകണമെന്നില്ല, ദുരുദ്ദേശത്തോടുകൂടി വരുന്ന ആളും ആ കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ടാണ് പർദ്ദയുടെ ആയത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് സൂറത്തുൽ അഹ്സാബിൽ ആയത്ത് ഇറക്കിയത്. ഉമർ ഖത്താബ് പറഞ്ഞതുപോലെ തന്നെ, യാ അയ്യുഹന്നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. പർദ്ദയുടെ ആയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ അല്ലാഹു അതേ രീതിയിൽ ആ അർത്ഥം ഉദ്ദേശിച്ച രീതിയിൽ ആയത്ത് ഇറക്കി. നബിയെ താങ്കളുടെ ഭാര്യമാരോട്, മുഅ്മിനാത്തുകളോട്, യാ അയ്യുഹൻ നബി ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, സർവ്വ മുഅ്മിനുകളായ മുഅ്മിനത്തുകളായ സ്ത്രീകളോട്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അതായത് അവരുടെ ജിൽബാബുകൾ, മൂടുവസ്ത്രങ്ങൾ താഴ്ത്തി പൊക്കത്തിലിടണം. അയ്യുറഫ്ന, അവരെ തിരിച്ചറിയാൻ വേണ്ടിയും, ഫലാ യുദൈന, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ആയത്തിറങ്ങി. അതിനുശേഷം പിന്നെ ഒരായത്ത്, ഈ ഉമർ ഖത്താബിന്റെ അതേ അഭിപ്രായത്തിൽ വന്ന 3-ാമത്തെ ഒരായത്താണ്. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ വന്ന് ഭാര്യമാർ മുഴുവൻ സമരം ചെയ്തു. സമരം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് ഒരു ആവശ്യത്തിന് കൃത്യമായ രീതിയിലുള്ള കൊടുക്കലാകുന്നില്ല, നമ്മൾക്കത് മതിയാകുന്നില്ല എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ ആർഭാട ജീവിതം നയിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, തരുന്നത് കുറച്ച് കൂട്ടിത്തരണം. എല്ലാവരും ഒത്തിട്ടാണ് വന്നത്. അപ്പൊ സ്വാഭാവികമായും ഭാര്യമാരൊക്കെ ഈ നബിയുടെ പരിസരത്ത് ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് വന്നിട്ട് ദേഷ്യത്തിൽ സംസാരിച്ചു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ബുദ്ധിമുട്ടിക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഇല്ലാത്ത സാധനം നിങ്ങൾ ആവശ്യപ്പെടുകയാണോ എന്നൊക്കെ പറഞ്ഞ് ആയിഷ ബിബി ശകാരിക്കാനും ഒരു വേള അടിക്കാനൊക്കെ തയ്യാറായി. അതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്ന് പറഞ്ഞു, പെണ്ണുങ്ങളോട് പറഞ്ഞു, അഫ്സയെ പിടിച്ചു, അഫ്സ ഭാര്യയാണ്, മകളാണ്, പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് വളരെ പുഞ്ചിരിയോടുകൂടെ നേരിട്ട് പറഞ്ഞു, ഉമറേ, അവരുടെ മകളാണ്, അവരെന്നോടല്ലാതെ ആരോടാണ് പരാതി പറയേണ്ടത്? അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നെ ഉമർ ഖത്താബിന്റെ ആ നിർദ്ദേശപ്രകാരം ഉമർ ഖത്താബ് പറഞ്ഞു, നിങ്ങൾ അച്ചടക്കത്തോടെ നബിയുടെ ഭാര്യമാരായി ജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങളെക്കാൾ നല്ല എല്ലാം കൊണ്ടും ഒത്തടങ്ങിയ പെണ്ണുങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് തഹരീമിൽ 5-ാമത്തെ ആയത്ത് അല്ലാഹു ഇറക്കിയത്.
وإن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات ثيبات وأبكارا. എന്താ പറഞ്ഞേ? നിങ്ങളെക്കാളും നല്ല തഖ്വയുള്ള നോമ്പനുഷ്ഠിക്കുന്ന കന്യകകളായ വിധവകളായ എല്ലാം കൊണ്ടും ഒത്തടങ്ങിയ ഭാര്യമാരെ അള്ളാഹ് നൽകും. അത് മാത്രമല്ല, അഹ്സാബിൽ വേറെ ആയത്തും ഇത് സംബന്ധമായി ഇറക്കി. ചോദിച്ചു, അത് ചോദിക്കുകയാണ് പെണ്ണുങ്ങളോട്, യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക്, നബിയെ തങ്ങളുടെ ഭാര്യമാരോട് പറയും, ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീല. അതായത് ഈ ദുനിയാവിലുള്ള വിഭവങ്ങളും അവിടെയുള്ള സുഖസൗകര്യങ്ങളുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോവാ, മാന്യമായ രീതിയിൽ നിങ്ങൾ തന്നങ്ങ് പിരിച്ചുവിട്ടേക്കാം. അതല്ല, അതായത് നിങ്ങൾ ആഖിറത്തിനെയും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രീതിയുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ പ്രതിഫലവും തഖ്വയിൽ അധിഷ്ഠിതമായ പ്രതിഫലമാണ് കാത്തിരിക്കുന്നത്. അപ്പൊ ഉമർ ഖത്താബിന്റെ മൂന്നോളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി ഇറക്കി കൊടുത്തു. അതാണ് ഉമർ ഖത്താബ് പറഞ്ഞത് 3 കാര്യം. ഒന്ന് ഈ മസ്ജിദുൽ ഹറാമിന്റെ മസ്ജിദിൽ മഖാം ഇബ്രാഹിമിന്റെ കാര്യത്തിൽ, ഒന്ന് നബിമാരുടെ ഭാര്യമാർ പർദ്ദ ധരിക്കണം എന്ന് പറഞ്ഞ വിഷയത്തിൽ, മൂന്നാമത് എന്താണ് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. അപ്പൊ ആ വിഷയങ്ങൾ കൃത്യമായി ഉമർ ഖത്താബ് എന്താണോ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി ഇറക്കി കൊടുത്തു. അത് മാത്രമല്ല, മസ്ജിദിൽ പിന്നെ മഖാം ഇബ്രാഹിമിനെ കുറിച്ച് അവർ പറഞ്ഞത് വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ് എന്ന് പറഞ്ഞാൽ നിർഭയനാണ്. ഒരാള് കൊടും കുറ്റവാളി എന്ന് പറഞ്ഞാൽ സൗദി ഗവൺമെന്റ് അന്വേഷിച്ച് വരുന്ന ഏറ്റവും വലിയ കൊടും കുറ്റവാളി മസ്ജിദുൽ ഹറാമിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ ഒരു നിലക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾ ഏത് സമയമാണോ പുറത്തിറങ്ങുന്നത്, ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ പോയാൽ ചില ആൾക്കാർ അവിടുത്തെ എംബസികളിൽ അഭയം തേടുന്ന സ്വഭാവമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയിട്ട് ഇന്ത്യൻ എംബസിയിൽ അഭയം തേടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി അറ്റാക്ക് ചെയ്തിട്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ ആ നാട്ടുകാർക്ക് അവകാശമില്ല. ആ രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നതിന് പകരം പോലെയാണ്. അതിനേക്കാളും ഗൗരവമാണിത്. മസ്ജിദുൽ ഹറാമിൽ കയറിയിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാനോ അയാളെ പിടിക്കാനോ അവിടുത്തെ ഗവൺമെന്റിനോ ആയിരിക്കും സാധ്യമല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ മസ്ജിദുൽ ഹറാം. ഇനി മാത്രമല്ല, മസ്ജിദുൽ ഹറാം എന്നീ പള്ളിക്ക് പേര് വരാൻ കാരണം എന്താ? നിഷിദ്ധമായ പള്ളി എന്നാണ്. എന്തുകൊണ്ടാണ്? എന്താണ് അവിടെ നിഷിദ്ധം? അതിനെ പുറത്ത് നമുക്ക് അനുവദനീയമായ പല കാര്യങ്ങളും ആ പള്ളിയിൽ അനുവദനീയമല്ല. സാധാരണ അവിടെയുള്ള ചെടികളും മറ്റും വെട്ടി നശിപ്പിക്കാൻ അവിടെ ഇസ്ലാം അനുവദിക്കുന്നില്ല, പാടില്ല. അവിടെ വേട്ടമൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനോട് ചർച്ച ചെയ്യാനും പാടില്ല. ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് മസ്ജിദുൽ ഹറാം എന്ന് പേര് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മസ്ജിദുൽ ഹറാമിന്റെ പവിത്രത മനസ്സിലാക്കി അതിനെ ആദരിച്ചും ബഹുമാനിച്ചും അല്ലാഹുവിന്റെ ശായിറുകളെ ആദരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ മഅസ്സാദിഖീൻ. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളും അവന്റെ ഖുർആനും സുന്നത്തും മുറുക്കി പഠിച്ചുകൊണ്ടും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അവന്റെ നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് എപ്പോഴും അഭയം തേടിക്കൊണ്ടും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം വീണ്ടും ഉണർത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിനെ കുറിച്ചാണ് പറയുന്നത്. മസ്ജിദുൽ ഹറാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഉണ്ടാക്കിയതെന്ന് പരിശുദ്ധ ഖുർആനിലെ 2ാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 127, 128 രണ്ടായത്തിൽ കൂടി അല്ലാഹു കൃത്യമായി നമ്മൾ പഠിപ്പിക്കുകയാണ്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ
ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബത്തിന് അസ്തിവാരമുണ്ട്. ഇബ്രാഹിം ഖവാഇദ മിനൽ ബൈത്ത് വ ഇസ്മായിൽ എന്നിട്ട് അവർ പറഞ്ഞെന്താ അറിയോ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ പ്രാർത്ഥന അടിവരയിട്ട് പഠിച്ചോ. ഇത് വലിയ പ്രാർത്ഥനയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പലർക്കും അറിയുകയും ചെയ്യാം. അതായത് എല്ലാവർക്കും പഠിക്കേണ്ട, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണത്? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇത് നമുക്കറിയാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ പ്രാർത്ഥനയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമനുസരിച്ച് പിതാവും മകനും ചേർന്ന് ഈ വീടുണ്ടാക്കിയപ്പോൾ ഒരു കാരണവശാലും അതിന്റെ പ്രതിഫലം അല്ലാഹു പാഴാക്കൂല. ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ പ്രതിഫലം പാഴാക്കൂല. അത്രയും കൃത്യമായി പ്രതിഫലം കുറച്ച കാര്യമാണ്. എങ്കിലും അവർ രണ്ടുപേരും പ്രാർത്ഥിച്ച പ്രാർത്ഥന ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ പ്രാർത്ഥന നിരന്തരമായി നമ്മൾ നാവിൽ നിന്ന് വരേണ്ടതാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഉദാഹരണത്തിന് നമ്മുടെ വീട്ടുമുറ്റത്ത് വല്ലതും തരണേ, എന്തെങ്കിലും തന്നിട്ട് നമ്മളെ രക്ഷിക്കണേ എന്ന് പറയും പല ആൾക്കാരെ പല രൂപത്തിൽ വരുന്നവരുണ്ടാവും നമ്മുടെ വീട്ടുമുന്നിൽ. അപ്പൊ നമ്മൾ ആളും ത്വരവും അനുസരിച്ച് നമ്മൾ കൊടുക്കും. അപ്പൊ കൊടുക്കുമ്പോ ഈ വന്ന വ്യക്തിനെ വരുത്തിച്ചതും ഞാൻ ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ കൊടുക്കാൻ അല്ലാഹു എന്നെ ആക്കിയതും ഇത് രണ്ടും റബ്ബാണ്. നാളെ ഇതേ തിരിച്ച് നേരെ ഇത് ഞാൻ ഒരു അന്വേഷിച്ച് പോയി ചോദിക്കുന്ന ആളും ചിലപ്പോൾ ഈ വന്നയാള് എനിക്ക് തരുന്ന ആളുമാവാം. അതൊക്കെ അല്ലാഹു സാധിക്കുന്ന കാര്യവുമാണ്. അപ്പൊ ഈ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ഏകനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ. ആ കയ്യിൽ വെച്ച് കൊടുത്ത തൊട്ട് അല്ലെങ്കിൽ ഒരു പിടി ഭക്ഷണം അല്ലെങ്കിൽ ഒരു കഷ്ണം വസ്ത്രം പറയണം റബ്ബിനോട്. കാരണം കൊടുത്ത വസ്ത്രവും ഭക്ഷണം ഇപ്പൊ നമ്മളിപ്പോ കാണുന്നല്ല, യുക്തിവാദികളൊക്കെ നമ്മളെ കാട്ടി നല്ലോണം കൊടുക്കുന്നവരാ. ഒട്ടും മോശക്കാരല്ല. ഒരു യുക്തിവാദിയോട് പറഞ്ഞെന്താ അറിയോ? എടാ നിങ്ങൾ സ്വർഗത്തിന് ആഗ്രഹിച്ചില്ല കൊടുക്കുന്നത്, നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മളെ കാട്ടി നിഷ്കളങ്കത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫിഷ് അല്ലേ? സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ നിങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ അങ്ങനൊന്നും ആഗ്രഹിക്കുന്നില്ല. അഹങ്കാരത്തിന്റെ അങ്ങേറ്റം. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഒരു മുമ്പിന് ഒരു വിശ്വാസി യുക്തിവാദി കൊടുക്കുമ്പോഴല്ല കൊടുക്കേണ്ടത്. ഹൃദയത്തിലൊരു പ്രാർത്ഥന വന്നോട്ടെ. പഠിച്ച തമ്പുരാനെ അല്ലാഹുവേ ഈ കൊടുക്കുന്ന ഈ തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു പിടി ഭക്ഷണം അല്ലെങ്കിൽ ഒരു വസ്ത്രം നീ സ്വീകരിക്കണേ റബ്ബേ. കാരണം അത് സ്വീകരിച്ചില്ലേ ഒരു കാര്യമില്ല. നമ്മൾ ഈ കൊടുക്കുന്നത് സ്വീകരിക്കണം. അതുപോലെ നമ്മൾ കൊടുക്കുന്നതിനുള്ള ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഒരു വലിയ കോടീശ്വരൻ ഒരു സ്റ്റേജിൽ വെച്ച് ഒരു സ്ഥാപനത്തിന് 10 കോടി നൽകുന്നു, ഉദാഹരണം പറയാം. എന്നാൽ അടുത്ത ഗ്രാമത്തിൽ നിന്ന് കണ്ണൂർ ടൗണിലേക്ക് ബസ്സിന് പോയി വരാനുള്ള ചില്ലറ പൈസയും അവിടെ നിന്ന് നന്ന വിശന്നാൽ ഒരൽപ്പം കഴിക്കാൻ ഭക്ഷണത്തിലുള്ള പൈസയുള്ള ഒരാള് ബസ് കയറാൻ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നു, നേരം പെടുത്തൊന്നും കഴിച്ചില്ല, വല്ലതും തരണം. അങ്ങനെ ഒരു നേരത്തെ ചായക്കുള്ള അഥവാ കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞാൽ വിശപ്പ് ബാധിച്ചാൽ അവിടുന്ന് കയറി ഒരു ചെറിയ തിരക്കുള്ള ഒരു ആഹാരം കഴിക്കാനുള്ള പൈസയാണ് ഇയാൾ കീശയിലുള്ളത് ആകെ. അതിൽ നിന്ന് അയാൾ ഒരു നേരത്തെ ഭക്ഷണം തരണം, രാവിലെ ഞാൻ പട്ടിണിയാന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരാൾ എടുത്തു കൊടുത്താൽ ഈ 10 കോടി കൊടുത്ത സമ്പന്നന്റെ 1000 മടങ്ങ് ശക്തിയാണ് ഈ ചങ്ങായിയുടെ തൊട്ട് അല്ലാഹുവിന്റെ അടുത്ത്. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മള് എല്ലാരും യൂസുഫ് അലി ആവാൻ കഴിയില്ല എല്ലാവർക്കും. പക്ഷെ കൊടുക്കുന്നതിന് അല്ലാഹുവിന്റെ അടുത്തുള്ള ഖനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ അവർ വിശപ്പെടുക്കാൻ വെച്ച ചില്ലർ തൊട്ടിൽ നിന്നാണ് ആ വിശപ്പെടുക്കുന്നവന്റെ വിശപ്പകറ്റാൻ അത് മാറ്റി വെച്ചുകൊണ്ട് കൊടുക്കുന്നത്. മറ്റവരാണെങ്കിൽ കോടിക്കണക്കിന് മില്യക്കണക്കിന് റിയാലും ഡോളറും റുപ്പിയൊക്കെ ലോകത്തിന്റെ മേലിൽ ചെതറിക്കിടക്കുന്നതിന് 10 കോടി കൊടുത്തത്. ആ 10 കോടി ഒന്നുമല്ല. ഇയാൾ ഈ കൊടുത്ത തൊട്ടുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ വലുതാണ്. മനസ്സിലാക്കണം. ഇബ്രാഹിം നബി നമുക്ക് പഠിപ്പിച്ച് ഈ റബ്ബനാ തഖബ്ബൽ മിന്നാ പഠിച്ചു വെച്ചു. എന്നിട്ട് എന്താ പറയുന്നത്?
ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും പറയുന്ന വാക്കെന്താ? റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എന്താണ് പറയുന്നത്? എന്നെയും എൻ്റെ മകനെയും മുസ്ലിമാക്കണം. അത് മാത്രവുമല്ല, ഇവിടെയുള്ള കർമ്മങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ചു തരികയും വേണം. അത് മാത്രമല്ല വതുബ് അലൈനാ, നമ്മുടെ പശ്ചാത്താപം നീ സ്വീകരിക്കുകയും വേണം. എന്തെന്നാൽ ഇന്നക അൻതത് തവ്വാബുർ റഹീം, അല്ലാഹുവേ കാരുണ്യവാനും പശ്ചാത്താപം സ്വീകരിക്കുന്ന അല്ലാഹുവേ എന്നും പറഞ്ഞ് മകനും ഉപ്പയും പ്രാർത്ഥിക്കുകയാണ്. നോക്കുക, ഇത്രയും ഗൗരവമാണ്. അപ്പൊ അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെ മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മസ്ജിദുൽ ഹറാം നമ്മൾ അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഉണ്ടാക്കിയ അതേ മസ്ജിദുൽ ഹറാം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. അതായത് പല ഘട്ടങ്ങളിൽ ആ മാറ്റങ്ങൾ വന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള ഇബ്രാഹിം നബിക്ക് ശേഷം വന്ന പല ഗോത്രങ്ങളും വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ഈ കഅബക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ജുർഹൂം ഗോത്രക്കാർ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുസൈൻ്റെ ഗോത്രക്കാർ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബിന്റെ ഗോത്രക്കാർ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സ് പ്രായം എന്ന് പറഞ്ഞാൽ 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്. ആ 35 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നാട്ടിലെ സത്യസന്ധനും വിശ്വസ്തനുമാണ്. എല്ലാവർക്കും അംഗീകരിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. 40 വയസ്സ് പറഞ്ഞ് തൗഹീദ് പറയാൻ പോയപ്പോഴാണ് പിന്നെ എല്ലാം കുളമായി, എല്ലാവരും വെറുക്കാനൊക്കെ തുടങ്ങിയ അന്നേരമാണ്. ആ സമയത്ത് വെള്ളപ്പൊക്കം കയറി ഈ മസ്ജിദിൽ ഈ കഅബയുടെ പരിസരത്ത് എല്ലാം വെള്ളം കയറി ആകെ നാശകോശമായപ്പോൾ അതിനെ പുനരുദ്ധരിച്ചിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 35-ാമത്തെ വയസ്സിലാണ്. കള്ളി വെക്കേണ്ട കാര്യത്തിൽ തർക്കം വന്നപ്പോൾ മുഹമ്മദിന്റെ, അതായത് അന്ന് നബിയായിരുന്നില്ല, മുഹമ്മദ് എന്താണോ പറയുന്നത് അത് അംഗീകരിക്കാതെ മറ്റ് ഗോത്ര തലവന്മാരെ എല്ലാവരും വിളിച്ച് ഒരു തട്ടത്തിൽ കല്ലും വെച്ച് 4 ഭാഗം പിടിപ്പിച്ചിട്ടാണ് ആ സ്ഥാനത്ത് അവിടെ വെച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 35 വയസ്സായപ്പോൾ അവിടെ ഒരു മാറ്റം നടന്നിട്ടുണ്ട്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ട ശേഷം അബ്ദുല്ലാഹി ഇബ്നു സുബൈറും യസീദും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി. ആ സമയത്ത് കഅബക്ക് ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചപ്പം അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ നേതൃത്വത്തിൽ കഅബ മാറ്റിപ്പണിതാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു സുബൈറും ഹജ്ജാജ് ഇബ്നു യൂസുഫും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. അതിനുശേഷം ഹജ്ജാജ് ഇബ്നു യൂസുഫ് അത് മാറ്റങ്ങൾ വരുത്തി. അന്ന് ആ കാണുന്ന ആ കഅബയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാൻ മസ്ജിദ് കുറേ കാര്യങ്ങൾ പറയാൻ. അതുപോലെ മസ്ജിദ് അത്ഭുതങ്ങൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം എല്ലാം ഒരു സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയിൽ ചെല്ലുന്ന സുബ്ഹാനല്ലാഹ് അവിടെ 1,00,000 പ്രതിഫലം. നമ്മളിവിടെ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ ചുരുങ്ങിയത് 10 വരെ ആവാം. ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 10 പ്രതിഫലം വരെ ആവാം. എന്നാൽ 1,00,000 ഒരു 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര? അതിന്റെ 1,00,000 പ്രതിഫലം എത്രയാണ്? എല്ലാ കാര്യവും തന്നെ അവിടെ ചെയ്ത ചെറിയ പാപം പോലും വലിയ കുറ്റം പോലെയാണ്. അത്രയും ഗൗരവമുള്ള വിഷയം. ഇതൊക്കെ നമ്മൾ പഠിച്ചു നോക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറാമിന്റെ മഹത്വങ്ങൾ നമ്മളിപ്പോൾ കാണുന്നില്ല. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പലരും യാത്ര പോകുന്നില്ലേ? ഇപ്പൊ ഹജ്ജിന് അവിടത്തേക്കാണ് പോകുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞത് ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഫീ ثلاثه മസാജിദ, മസ്ജിദുൽ ഹറാം വ മസ്ജിദി ഹാദാ വ മസ്ജിദുൽ അഖ്സ. ഒരാൾ പ്രത്യേകം പുണ്യം ഉദ്ദേശിച്ച് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ 3 പള്ളിയിലേക്ക് പറ്റുമോ? അജ്മീറിലേക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. ഉള്ളാടത്തേക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റൂല. പണ്ടൊരു പണ്ഡിതൻ പ്രസംഗിച്ചിരുന്നു, ഉസ്താദെ ഉള്ളാടത്തേക്ക് പോകാൻ പറ്റുമോ? പറഞ്ഞാൽ ഉള്ളാടത്തല്ലാതെ ഇല്ലാത്ത അടുത്ത് പോയിട്ട് എന്താ കാര്യം? തമാശക്ക് പറഞ്ഞത്. ഉള്ളാടത്തല്ലേ എല്ലായിടത്ത് പോയിട്ട് എന്താ കിട്ടുമോ? അതുപോലെ ഉള്ളാടത്തോ നാഗൂറിലോ മുത്തുപ്പേട്ടയിലോ ഒരു സ്ഥലത്തും പ്രത്യേകം ഒന്നാണ് പുണ്യം ഉദ്ദേശിച്ചിട്ട് ഒരാൾക്ക് പോകാൻ പറ്റില്ല. ഒന്നീ പറഞ്ഞ മസ്ജിദുൽ ഹറാമാണ്. രണ്ടാമത് അന്ന് ഇസ്രായേലിന്റെ കയ്യിൽ അടക്കി വെച്ചിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസാണ്. രണ്ടാമത് മസ്ജിദുൽ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സ. അപ്പോൾ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെയുള്ള
അപകടകരമായ പോക്കൊന്നും നമ്മൾ അനുവദിക്കരുത്. നമ്മൾ കഴിയുന്നത് പോലെ അവരെ നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ അവരെ തടയുക, കൈ കൊണ്ട് തടയാൻ പറ്റുമോ അങ്ങനെ, എന്നെങ്കിലും ചുരുങ്ങി അവരോട് വെറുത്തിട്ട് അങ്ങനെ മാറി നിൽക്കണം. അതാണ് അദഅഫുൽ ഈമാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. അത് ഏറ്റവും കുറഞ്ഞ ഈമാനിനെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ പവിത്രത പറഞ്ഞാൽ തീരൂല. 3-4 ഖുത്ബയിൽ പറയേണ്ട എത്ര പാടുണ്ട് കാര്യങ്ങൾ പറയാൻ, ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറാമിന്റെ പവിത്രതകൾ മനസ്സിലാക്കി. അവിടെ ഹജ്ജ് ഇതുവരെ ചെയ്യാത്തവർ പലരും ഉണ്ടെങ്കിൽ കൃത്യമായി പോയി ഹജ്ജ് ചെയ്തത് ഒരുപാട് തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വരുന്ന കൊല്ലം ഈ കൊല്ലത്തിൽ ഹജ്ജ് ഇതുവരെ എല്ലാ ചുറ്റുപാടും അനുകൂലമായി ഒരു കാരണവശാലും മടി പിടിച്ചിട്ടോ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഹജ്ജ് നീട്ടിവെച്ച ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ ഇരുന്ന ഇരിപ്പിൽ തന്നെ മനസ്സുകൊണ്ട് നിയ്യത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ഹജ്ജിന് പോകുന്ന നിയ്യത്ത് ഉറപ്പിച്ച് വെക്കുക. പോയവരെ സംബന്ധിച്ച് പ്രശ്നമില്ല. തീരെ പോകാത്തവരും ഇങ്ങനെ പല വർഷങ്ങളായി ആഗ്രഹിച്ചു വരികയും മടി കാരണമോ എന്തെങ്കിലും ചില ബാധ്യതകൾ പറഞ്ഞ് ആ കാരണം കൊണ്ടോ നീട്ടിവെക്കുന്നുണ്ടെങ്കിൽ മരിച്ചു പോയാൽ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിൽ പെടാതെ ഹജ്ജ് ചെയ്ത് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മസ്ജിദിൽ മക്സയിലും പരിസരത്തും ജൂതന്മാർ അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരം ചെയ്തു കൂട്ടുന്ന കെടുതികൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് നമസ്കരിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ വല്ലതും ഭക്ഷിക്കാൻ അവിടെയുണ്ട്, നമ്മുടെ വീട്ടുകാരവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പോയാൽ വെള്ളം കുടിക്കാൻ വെള്ളം അവിടെയുണ്ട്, വീട് എവിടെയുണ്ട്. എന്നാൽ ഇന്ന് കാണുന്ന ആ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നാണോ നിസ്കരിച്ച് കഴിയുമ്പോൾ എൻ്റെ വീടിന് അവിടെ ഉണ്ടാവുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല. രാത്രി എൻ്റെ കൂടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരുന്നു, രാവിലേക്ക് അവർ ബാക്കിയുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. ഇത്രമാത്രം നരകീയ യാതന അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മളെന്താ ചെയ്യുക? നമുക്ക് ഇവിടുന്ന് വാളെടുത്ത് പോയി യുദ്ധം ചെയ്യാൻ കഴിയില്ല. നമ്മൾ തഹജ്ജുദിലും ഉത്തരം കിട്ടുന്ന സർവ്വ സമയങ്ങളിലും അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. ഇന്ന് മുസ്ലിം ലോകം നിരന്തരമായി വിഷമിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ കൂടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പല ആൾക്കാരും പലരും രോഗത്തിലാണ്, ആസ്പത്രിയിലാണ്, കിടപ്പിലാണ്. അവർക്കൊക്കെ അല്ലാഹു അവരുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മരണപ്പെട്ടു പോയ ആൾക്കാർ പല നിലക്കും മരിച്ചു പോയവരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين والمؤمنين في كل مكان، اللهم انصر المسلمين والمؤمنين في كل مكان، اللهم انصر المسلمين والمؤمنين في كل مكان. اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين والمؤمنين في فلسطين، اللهم انصر المؤمنين والمؤمنين في فلسطين. اللهم وحد صفوفهم واجمع كلمتهم بالحق يا رب العالمين. اللهم أمن الخائفين، اللهم أمن الخائفين، اللهم أمن الخائفين، اللهم أطعم الجائعين، اللهم وحد صفوفهم واجمع كلمتهم بالحق يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.